ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഔട്ടിംഗ് ആണ്. മിക്കവാറും രാത്രിയാവും. നമുക്ക് പൊന്മുടി പോകാനായിരുന്നു. ഞാൻ അതിൽ കുളിച്ച് റെഡിയായി. ഇപ്പം സമയം ഒരു 6:43 ആയി. 6 മണി പറഞ്ഞു. ഞങ്ങൾ 6:43 പറഞ്ഞു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, വേറെ നമ്മുടെ വാപ്പിച്ചിയുടെ കൂട്ടുകാരുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അല്ല, അവിടെ കൂട്ടുകാരൻ്റെ മോൻ. ഞങ്ങളെല്ലാവരും കൂടെ, മമ്മിയും വാപ്പയും നഫ്രി. രാവിലെ എണീച്ചിട്ട് ഞാൻ ഐലൈനർ എഴുതി, അത് മറക്കത്തില്ല. കഴിക്കാൻ പോവാണ്. ശരി, പൊന്മുടി പോയപ്പോഴും വീഡിയോ എടുക്കാൻ
കുറേ ಸೂಪರ್ ಅಮ್ಮ ಸೂಪರ್ ಆಗಿದೆ ಇವಾಗ ಯಾರು ಅಲ್ಲ 30 ಅದು ಝೂ ಅನ್ನೋದು ಆ ಥರ ಕಾಣಿಸ್ತದೆ 1 2 3 4 പേര് കൊരങ്ങൻ 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 പാത്തു പാത്തു കൊണ്ട് കൊരങ്ങൻ മങ്കി മങ്കി അനുമോളെ ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. അതോ വരുന്ന കഴിഞ്ഞ അടുത്ത് വയ്ക്കാം നല്ല ഞാൻ ഫോട്ടോ എടുക്കും ചോദിച്ചതാ പക്ഷെ അവൻ 200 കൊടുത്തത് 100ന്റെ ബാക്കി അവർ കൊടുത്തു പറയുന്നു. അനുമോളെ നിന്നെ അതിനെ കാണാൻ ഒരേപോലെ ഇരിക്കുന്ന കേട്ടോ, ശ്രദ്ധിച്ചു നോക്കിയേ. കാട്ടുപോത്തെന്ന് പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കിയതാണ്. സാധാത്തിനെ പോലുണ്ട്. ഒന്നിവിടെ പിന്നെ നമ്മളൊരു കൊരനെ കണ്ടു. എല്ലാത്തിനും ഞാൻ പേരിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കൊരന്മാരുള്ളതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇതടുത്ത ഒരു മങ്കിയാണ്. അത് ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്, ഒരെണ്ണം വേറെ അവിടെ അങ്ങാണ്ടിരിപ്പുണ്ട്. ഓക്കെ, കുറേ ദിവസം ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു സമയം കിട്ടിയപ്പോൾ എടുത്തെടുത്തു. കാരണം സ്കൂളിലായതുകൊണ്ട് സ്കൂളിൽ കുറേ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത മങ്കി ഇതാണ്. ഇത് ഒരെണ്ണേ ഉള്ളായിരുന്നു തോന്നുന്നു. അവിടെ വേറൊന്നിനെയും കണ്ടില്ല. ഇത് ഒരെണ്ണേ ഉള്ള ആ ഒരു പോണ്ടിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. പോണ്ടെന്ന് പറഞ്ഞാലും അവിടെ അകത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇത് എന്തോ ഒരു ട്രീ ഗൈസ്, ബാമ്പു പോലും പറയാൻ വന്നു. അത് ഏതോ ഒരു ട്രീ ആണ്. അവളാണെങ്കിൽ എന്തൊക്കെയോ കിടന്ന് അതിൻ്റെ ഇടയിൽ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഒന്നിൻ്റെ പേര് ഓസ്ട്രിച്ച് ആണോ എനിക്കറിയത്തില്ല. എന്തോ ഒരു സാധനം അന്ന് മതി നമുക്ക്. ഇതിനകത്ത് ഈ 3 ഉണ്ടെന്നാണ് പറഞ്ഞ്. ഞാൻ ഇത് മാത്രമേ അവിടെ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഇതിനെ മാത്രമേ ഞങ്ങൾ കണ്ടോളൂ. ഓസ്ട്രിച്ച് ആണോ എനിക്കറിയത്തില്ല കേട്ടോ, അറിയത്തില്ല. എന്നാലും പറയാം, അവിടെ പോകാൻ നല്ലൊരു ഇതൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത് മൂങ്ങയാണ് കേട്ടോ. 2 അവളുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇതിനെ കണ്ടോണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അത്രയും കാണിക്കാം. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കിളി, എന്തൊക്കെയോ കിളി. ഇത് ഈ ഒരു ഗ്രില്ലടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. അടുത്ത ഒരു ബേർഡ്, പിന്നെ അടുത്തത്. ഇന്നത്തെ എല്ലാത്തിനകത്തും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ എല്ലാത്തിനകത്തും ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഓരോന്നും പാത്തിരിക്കുന്നത് കണ്ടത്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തോനെ ഉണ്ടായിരുന്നു. പകുതിയോളം നമ്മൾ കണ്ടില്ല, കാരണം ഇതിനകത്ത് അകത്തിരിക്കുമായിരുന്നു. അവിടെ ഒരു ഷെൽഫ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അത് കണ്ടോ, അതിനകത്ത് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതി ഇനത്തിനെയും കണ്ടില്ല. ഇതും കൊള്ളായിരുന്നു. ഇതിനകത്ത് തന്നെ കുറേ ഉണ്ട്. ഇപ്പുറത്തേനകത്ത് എവിടെ ഇരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് അവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. ഒരു സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെന്തോ കളർ ഷേപ്പിലുള്ളൊരു ബേർഡാണ്.
എനിക്ക് ഒന്നിൻ്റെയും പേരങ്ങനെ അറിയത്തില്ല. അവിടെ വെച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ മറന്നു, സ്വാഭാവികം. കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈഗിൾ ആണെന്ന് തോന്നുന്നു. എൻ്റെ അനിയത്തി എൻ്റെ പാപ്പി എപ്പോഴും ഇരുന്ന് കാണിക്കുന്നു. ഇത് ഈഗിളല്ല കേട്ടോ, വേറെ എന്തോ ഒരു സാധനം. വ്യത്യസ്തരായ ഓരോ ബേർഡ്സ് അല്ലേ. അതിൻ്റെ കൂടെ കുറേ ഇതും മങ്കിയും ബേർഡും മാത്രമേ ഞാൻ അവിടെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് അവിടെ ഇരിപ്പുണ്ട്. അതിതാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തോണ്ട് ഞാൻ വായിച്ചു നോക്കാൻ നിന്നില്ല. അവിടെ ചിലപ്പോൾ നല്ല ഒരു ക്ലൈമറ്റ്, നല്ല രസമാണ്. അത് അടുത്തത് അത് പേര് വായിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഞാൻ ഇച്ചിരി നല്ല വൃത്തിക്ക് വായിച്ചാനെന്താ. പിന്നെ അടുത്തത് കുറേ സാധനത്തിനകത്ത് ഞാൻ നടക്കുന്ന സീൻസ് കാണും. അപ്പോഴുള്ള ഇത് എടുത്ത് മൂങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതല്ല, നമ്മൾ ഫസ്റ്റ് കണ്ടത് തന്നെ ഞാൻ അത് റൗണ്ട് അടിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടത് തന്നെയാണ് ഈ സാധനം. ഓക്കെ, ഫസ്റ്റ് കണ്ടത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം പകുതിയും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് വേറെ ഏതാ നമ്മളിപ്പോൾ കണ്ടയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിഞ്ഞു. ഓക്കെ, ഇതും മറ്റേ സാധനം തന്നെയാണ്. മുമ്പേ നമ്മൾ കണ്ടില്ലേ 3 ഉള്ളത് തന്നെ പറ്റിച്ച്. പാരറ്റും കൊക്കക്കോഴി എന്തോ പറയുന്നത്, അല്ലല്ല ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇസ്താൻ്റെ അടുത്ത് നല്ല ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പോയപ്പം കണ്ട്. സ്ഥിരം വെറും ഷോയ്ക്ക് വേണ്ടി നടക്കുന്നതാണെന്ന് വിചാരിക്കണ്ട. എനിക്കെൻ്റെ മുഖം കാണിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിയെടുത്തു, വെച്ചു, നടക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളായിരുന്നു. അത് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതോ ആരാന്നറിയത്തില്ല. ഓക്കെ, ഇതാരാ? അബിഡു. അതാരാ? നല്ല അർത്ഥം. ഇതെന്തുവായിരുന്നു? ഇതെന്തോ ഒരു ഈഗിളായിരുന്നെന്ന് തോന്നുന്നു. ഈഗിളായിരുന്നോ? സൂം ചെയ്യ ഐഷ, നീ ഒന്ന് സൂം ചെയ്യ. ഇത് ഈഗിളല്ല, ഏതോ ഒരു അവള ആണെന്ന് തോന്നുന്നല്ലേ. അവളാന്ന് തോന്നി. ഈഗിൾ എന്നകത്ത് ഉണ്ടായിരുന്നു, എന്തേന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നോക്കുന്നതാണ്. അടുത്ത് ഇതിനെ ഞാൻ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്തു എന്ന് എനിക്ക് തന്നെ തോന്നി. സ്വയം വെറുതെ പാപ്പി. അത് കണ്ടോ, ഇത് അവളായിരുന്നു. ഇത് ഉണ്ടായിരുന്നു. ഇത് ഈഗിളായിരുന്നു തോന്നുന്നു. ഞാൻ എപ്പോഴും ഈഗിളിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തില്ല പറ്റി. ഡോഗ് എന്ന് പറയണം. ഇതിനകത്തില്ല ഗൈസ്. ഇതിനകത്ത് അവൾ ഡോഗിനെ കാണണം. ഇവിടെ വഴി കിടക്കുന്നതിനും കാണാൻ വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. എപ്പോഴേ കടന്ന് പറയുന്നു അത് കാണുന്ന. ഇതിനകത്ത് എന്തോ ഒരു സാധനമുണ്ട്. ഇതിനകത്ത് അവരൊന്നും കാണിച്ചില്ല. ഞങ്ങൾ ഇതിനകത്ത് ഒന്നും ഇല്ലായിരിക്കും. ഇത് മുതല അല്ലേ? മുതല 4 ഉണ്ട്, 5 ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിനെയും കണ്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. ഇവിടെയോ കിടപ്പുണ്ട്. ഇത് ഈ സാധനം അവിടെ തോന ഉണ്ടായിരുന്നു. ചിലതൊക്കെ അവിടെ ഫുഡ് കൊടുക്കാൻ പോകുമ്പം തുറക്കുമ്പോൾ ഇതൊക്കെ മേളിൽ പറക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അടുത്തത് എന്തൊക്കെയോ. ഇതെന്തോ, ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ
ഡോൾഫിൻ എന്തോ ഈ സാധനത്തിന്റെ പേര് ഞാൻ ഇത് ഡോൾഫിനാന്ന് പറഞ്ഞ് കുറെ നേരം ഇരുന്ന് എൻ്റെ പിന്നെ മനസ്സിലായി എന്തോ ഒരു സാധനമായിരുന്നു, പക്ഷെ പേര് ഓർമ്മയില്ല. അത് കുറച്ചെണ്ണത്തിനകത്ത് അറിയാവുന്ന സാധനങ്ങളിനകത്ത് മാത്രം ബോർഡ് വെച്ച്, പക്ഷെ അറിയാവുന്ന സാധനം പോലും എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ ഇതെന്തുവാ, എന്തൊക്കെയോ സാധനം അല്ലേ, എലിഫൻ്റാണോ? ആ എന്തോ ഒരു വലിയ മങ്കി. ഞാൻ അത് കണ്ടിട്ട് പോയി അങ്ങനെ ഇങ്ങനെ എന്നെ വീണ്ടാൻ ശ്രമിക്കുന്നില്ല. ഇസ്വാ കൊത്തി വെച്ചേക്കുവാണ്. ആ അവിടെ എനിക്ക് വീട്, എനിക്ക് ശ്വാസം കൊടുക്കുന്നു. ആ ഇതെന്തോ ഒരു മങ്കി. മേളില് ഇതില്ല മറ്റേ കണ്ണ് മനസ്സിലായി കാണുമല്ലോ. പാണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല. അവിടെ ഞാൻ എൻട്രിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടോയിസ് ആണ്. ഇതെന്താ ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇത് അടിച്ചിട്ടേക്കുന്നുണ്ട് ഗൈസ്. എന്തുപോലെ ഇതിനെ പറയുന്ന ഗ്രിൽ. ഇതെന്തോ ഒരു ആ സാധനം ഈ സാധനം അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഗൈസ്. ചിലതിനൊന്നും കാണാൻ പറ്റില്ല കാരണം ഗ്രില്ല് അടിച്ചിട്ടേക്കുക, പക്ഷേ നല്ല രസമാണ് അവിടെ. ഇത്രയും അങ്ങനെ കുട്ടി ആവിടൂ. ഇത് എന്തോ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവു ഒന്നും ഉണ്ടായിരിക്കോ? നിന്റെ പേര് അബുഡു എന്നാണോ? ഞാൻ താഴെയിടും. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എനിക്കറിയത്തില്ല. ഇതെന്തോ ഒരു സാധനം എന്റെ കൈ കടിക്കാതെ ഇപ്പോ. ഇത് നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട സാധനമായിരുന്നു. ഗൈസ് ഇവിടുത്തെ പോയത് ഗൈസ് ഇവിടെ മാത്രമല്ല നമ്മൾ പോയത്. നമ്മൾ തോന്നിയ സ്ഥലത്ത് ഈ ഒരു ഇവിടെ തന്നെ തോന്നിയ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പാർക്കും മ്യൂസിയം അക്വേറിയം അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തിട്ടില്ല, എടുക്കേണ്ടതായിരുന്നു എന്നിപ്പം. അങ്ങനെ നമ്മൾ ടൈഗറിനെ കണ്ടെന്ന് തോന്നുന്നു. ഇത് ടൈഗർ ആണോ എന്തോ ഒരു സാധനം, പുലി അത് സാധനം. ഇത് ദേഷ്യം പിടിച്ച് കിടന്ന് കരയുവാണ്. ഭയങ്കര ശബ്ദമായിരുന്നു. ഇതിന് ഫുഡ് കൊടുക്കത്തില്ലെന്നും പറഞ്ഞ് അത് കണ്ടിട്ട് അതിന് ഫുഡ് കൊടുത്തു. അടുത്തത് ഞാനാണെങ്കിൽ ലയണിനെ കണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാനത് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ ലുലു മാളിൽ പോയി. ബാക്കി നിങ്ങൾ കേട്ടോളൂ. അഫ്രൂസിന് ഇവിടെ എപ്പോഴും വരുമ്പോഴേ എസ്കലേറ്ററിനകത്ത് കയറാൻ നമുക്ക് ഇഷ്ടമാണ്. എപ്പോഴും അത് അവളുടെ പ്ലെയിൻസ് ഫലം. സിനാനെ ഇങ്ങി വാ സിനാനെ. വണ്ടി വരുന്നു. മാളിൽ കയറാം. വരാന് അങ്ങനെ
പോയി നമ്മളവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഇത്രയും കാര്യമുള്ളായിരുന്നു എഡിറ്റ് ചെയ്തിടാൻ. എനിക്ക് ഭയങ്കര ഇപ്പം സ്കൂളിൽ എക്സാം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഓണപരീക്ഷയാണ് വരുന്നത്. മിഡ് ടേം എക്സാം ഞങ്ങൾക്ക് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. യൂണിറ്റ് ടെസ്റ്റ് ഓരോ ഉണ്ടായിരുന്നു. ഈ നാളെ മൺഡേ ആണ്. നാളെ ഫുൾ ഇതായിരിക്കും ആ സോഫ സമയം അവിടെ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു. ഇതെവിടാ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു, ഫുഡൊക്കെ മേടിച്ചു. പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് കുറേ പറയുന്നുണ്ടായിരുന്നു. പാത്തുരിക്കുന്നുണ്ടോ ഓക്കെ. അനു ഓടിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ തോന്നെ ഉണ്ടാകുന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് തിന്നാൻ കഴിയില്ല, അപ്പോഴാണ് കഴിക്കാൻ. നമ്മൾ അത്ര സിമ്പാവില്ല കേട്ടോ. ആ ഓക്കെ 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 ഗൈസ്, എൻ്റെ എനിക്ക് ഇവിടെ എന്തൊക്കെയോ ഇരുന്ന് എപ്പോഴും വരുമ്പോൾ കേരളത്തിൽ എടുക്കും. ഈ സ്ഥലം ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെ അല്ലറച്ചില്ല. അവിടെ ഇവിടെ പോവാം ഗൈസ്. ഞാൻ സൂയിൽ വെച്ച് എടുത്തതാണോ? നമ്മൾ വർക്കലയിൽ പോയി ഗൈസ്. അവിടുത്തെ കുറച്ച് ഇതും കൂടാണ് കേട്ടോ, ഞാൻ ഓർത്തില്ല. വർക്കലയിൽ പോയത് എടുത്തു വെച്ചു. അവിടെ ഫുള്ള് എന്തോ സ്ലൈഡ് പോലെ ആയിരുന്നു. ഞാൻ പിന്നെ ബാക്കി ഓയിസർ കൊടുക്കാൻ എനിക്ക് ഞാൻ ഓയിസർ കൊടുക്കുന്നെന്ന് വിചാരിച്ചു. ഓക്കേ, ഞാൻ വീഴും. സിനാനെ ഇനിയും കിടക്കുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാ വരുന്നേന്ന് തോന്നുന്നു. ഓഫ്, നമ്മൾ രണ്ട് കഴിക്കോ ഒരുമിച്ച്. നമ്മുടെ വീട്ടുകാർ ബാക്കിലുണ്ടോ നോക്കി. അയ്യോ, എനിക്ക് പേടിയാ. എനിക്ക് ഫുൾ പേടിയാണ്. ബീച്ച് എത്താറായി. ഇന്ന് ഈ ചെരുപ്പ് എന്റെ കാലം എനിക്ക് പേടിച്ചുണ്ട്. ഉമ്മയും വാപ്പിയും കാണുന്നില്ല. ഉണ്ട്, വാപ്പിയുണ്ട്. ഇതിന്റെ അടുത്തോട്ട് പോകാൻ അയ്യോ, ഞാൻ എൻട്രി ചെയ്യാൻ തോന്നുന്നു. അതെ, ഇവിടെ ഇങ്ങനെ എൻട്രി ചെയ്യാൻ വെള്ളം കണ്ടോ? സർവത്ത് മൈ ഫോട്ടോ വീഡിയോ